നിലമ്പൂരിൽ വൻ വിജയം നേടുമെന്ന് UDF, മികച്ച ഭൂരിപക്ഷം ഉറപ്പെന്ന് LDF. മണ്ഡലം നിലനിർത്തുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. നിലമ്പൂരിന്റെ സമഗ്ര വികസനമുയർത്തി NDA. കനത്ത മഴയ്ക്കിടയിലും ആവേശമൊട്ടും ചോരാത്തതായിരുന്നു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തികേന്ദ്രമായ മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന വാശിയോടെയാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണ പരിപാടികൾ മുന്നേറുന്നത്. നിലമ്പൂർ തിരിച്ചുപിടിക്കുക എന്നത് തന്റെ പിതാവിന്റെ സ്വപ്നമാണെന്നും അതിന് സ്ഥാനാർത്ഥി ആരെന്നത് പ്രശ്നമല്ലെന്നും ആര്യാടൻ ഷൌക്കത്ത് വ്യക്തമാക്കി. നടക്കാൻ പോകുന്നത് LDF UDF പോരാട്ടമാണ്. ജനിച്ചു ജീവിച്ച നിലമ്പൂരിൽ ജനങ്ങൾക്കൊപ്പം തന്നെ എന്നും നിലയുറപ്പിക്കുമെന്നും ആര്യാടൻ ഷൌക്കത്ത് പ്രതികരിച്ചു. എന്റെ പിതാവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിലമ്പൂർ UDF തിരിച്ചു പിടിക്കണം. ഇത് LDF UDF നേരിട്ട് നടക്കുന്ന മത്സരം. പിന്നെ കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. മൂന്ന് മുന്നണികളെയും വെല്ലുവിളിച്ച് വിജയമുറപ്പിച്ചാണ് PV അൻവറിന്റെ പര്യടനം. മികച്ച ഭൂരിപക്ഷം നിലനിർത്താനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അൻവർ. ഇതുവരെയുള്ള ജനങ്ങളുടെ നിലപാട് തനിക്ക് അനുകൂലമാണെന്നും നിലമ്പൂരിലെ ജനങ്ങൾ തന്റെ വിജയത്തിലൂടെ അത് തെളിയിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ പ്രതികരിച്ചു. വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ പിന്തുണയുടെ പ്രശ്നമില്ല, ജനങ്ങളുടെ പിന്തുണയാണുള്ള വിഷയം. ഇവിടെ പിണറായിസവും ഈ മലയോര ജനതയും തമ്മിലുള്ള പോരാട്ടമാണ്. കർഷകരുടെ ഭൂമിയൊക്കെ കാട് കയറി കിടക്കുകയാണ്. അവസാനം ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് റബ്ബറാണ്. അത് ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റാത്ത അവസ്ഥ, പോകുന്നവരെ കടുവയും പുലി പിടിക്കുന്ന അവസ്ഥയും ആന ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥയാണ്. ആ വിഷയം പിണറായിസത്തിൻ്റെ ആ വിഷയത്തിൽ സർക്കാർ ഇടപെടാത്തതും അതിൽ മൗനം ബാധിക്കുന്നു പിണറായിസത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം. മുഖ്യ എതിരാളി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനവിരുദ്ധരായിട്ടുള്ള 2-3 സ്ഥാനാർത്ഥികൾ, അവർ തന്നെയാണ് ഇവിടുത്തെ എതിരാളികൾ. മികച്ച ഭൂരിപക്ഷത്തോടെ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. നീണ്ട ഇടവേളയ്ക്ക് ശേഷം CPIM ചിഹ്നത്തിലാണ് M സ്വരാജ് മത്സരിക്കുന്നത്. റോഡ് ഷോകൾക്ക് പുറമെ മഹാകുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തും M സ്വരാജ് വോട്ടഭ്യർത്ഥന നടത്തുന്നുണ്ട്. അതേസമയം PV അൻവറിന്റെ നിലപാട് മാറ്റവും LDF UDF വിവാദങ്ങളും കടുത്തതോടെ മണ്ഡലത്തിൽ മികച്ച വോട്ട് വിഹിതമാണ് NDA ലക്ഷ്യമിടുന്നത്. UDF-നും LDF-നും കടുത്ത വെല്ലുവിളി ഉയർത്തിയാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പര്യടനം. വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പര്യടനം പുരോഗമിക്കുന്നത്. നിലമ്പൂരിന്റെ സമഗ്ര വികസനമാണ് NDA മുന്നോട്ട് വെക്കുന്നതെന്നാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ നിലപാട്. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനുള്ള നടപടികൾക്ക് പുറമെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കും. നിലമ്പൂരിൽ വികസനം വൈകി എന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടേതുൾപ്പെടെ എല്ലാവരുടെയും വോട്ടുകൾ ലഭിക്കുമെന്നും പ്രതീക്ഷ പങ്കുവച്ചു. നിലമ്പൂരിന്റെ സമഗ്ര വികസനം നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു മുദ്രാവാക്യം തന്നെ, കാഴ്ചപ്പാട് തന്നെ വികസിത ഭാരതം എന്നുള്ളതാണ്. അതിനെ ചുവട് പിടിച്ചാണ് ഞങ്ങൾ നിലമ്പൂരിന്റെ സമഗ്ര വികസനം. വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഒരുപാടുള്ള ഒരു മേഖലയാണത്. അതേപോലെ തന്നെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ വികസനം എത്രയോ മുന്നേ ഇവിടെ വികസനം വരേണ്ടായിരുന്നു, അത് ഇവിടെ നടന്നിട്ടില്ല. നിലമ്പൂർ ബൈപ്പാസ്, അങ്ങനെ ഒട്ടേറെ വികസന പ്രശ്നങ്ങളുണ്ട്, മനുഷ്യ ജീവിത പ്രശ്നങ്ങളുണ്ട്. അതിനെ അഡ്രസ് ചെയ്യാണ് ഞങ്ങളുടെ കാര്യം. ആകെ 10 സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആര്യാടൻ ഷൌക്കത്തിനായി പ്രിയങ്ക ഗാന്ധി MP-യും M സ്വരാജിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും PV അൻവറിന്റെ പ്രചാരണത്തിനാക്കം കൂട്ടാൻ തൃണമൂൽ കോൺഗ്രസ് MP-യും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാനും മോഹൻ ജോർജിനായി രാജീവ് ചന്ദ്രശേഖറും കൂടി രംഗത്തിറങ്ങിയതോടെ പ്രചാരണ രംഗം ആവേശകരമായിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. 23-ന് ഫലമറിയാം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.